പറഞ്ഞിട്ടുണ്ടാവുക ഒരു ഹൈഫൈ ജോബ് അല്ലേ, ലക്ഷങ്ങൾ മാസ വരുമാനം കിട്ടുന്ന ഒരു ജോലി. ഇതൊക്കെ സത്യമാണോ? അറിയണ്ടേ? ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് പ്രോഡക്റ്റ് റിവ്യൂ കാര്യങ്ങളൊന്നുമല്ല, ഒരു എനിക്കറിയാവുന്ന ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് ഞാൻ കുറച്ച് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നു. അത് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരിൽ ആർക്കൊക്കെ മെർച്ചൻ്റ് നേവി എന്നുള്ളത് ഒരു സ്വപ്നമായിട്ടുണ്ട്, മെർച്ചൻ്റ് നേവിയിൽ അതായത് ഒരു കപ്പലിൽ ഒരു ജോലി, നല്ല ഉയർന്ന സാലറിയോടുകൂടി സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കാത്തവർ ആരാ ഉള്ളതല്ലേ? നിങ്ങൾക്കും ഉണ്ടാവില്ല അങ്ങനെ ഒരു ആഗ്രഹം. അങ്ങനെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടു. ഞാൻ ഇതൊക്കെ പറയുന്നുണ്ട് എനിക്കെങ്ങനെ ഈ മെർച്ചൻ്റ് നേവിനെ കുറിച്ച് അറിയാമെന്നല്ലേ. അപ്പം ഞാൻ ആദ്യം എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ അഞ്ജലി. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് മെർച്ചൻ്റ് നേവിയിലാണ്. മെർച്ചൻ്റ് നേവിയിലെ എൻജിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എൻജിനീയർ ആയിട്ടാണ് എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞിട്ടുള്ള അറിവാണ് എനിക്കുള്ളത്. ഫുൾ ഗൈഡൻസോട് കൂടി തന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന ഓരോ കാര്യങ്ങളും പറയുന്നത്. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്യണേ. പിന്നെ മെർച്ചൻ്റ് നേവി എന്ന് പറയുന്ന ഒരു ഫീൽഡ് സ്വപ്നം കാണുന്ന ആരെങ്കിലും നിങ്ങൾക്ക് ആ പരിചയം ഉണ്ടെങ്കിൽ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഈ മെർച്ചൻ്റ് നേവിയിലേക്ക് കയറണമെന്ന് ഉള്ള വലിയ സ്വപ്നങ്ങളുമായിട്ട് പല കുട്ടികളും പല ഫ്രോഡ് ആയിട്ടുള്ള ഏജൻസിയിലും ചെന്ന് പെടുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് കൊടുക്കാനാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ചിന്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഹസ്ബൻഡിന് ഇപ്പം ഇവിടെ വന്ന് വീഡിയോ ചെയ്യാൻ കഴിയില്ല, കാരണം ഹസ്ബൻഡ് ഷിപ്പിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓൺ ബോർഡാണ്. അപ്പോൾ ഹസ്ബൻഡ് എനിക്ക് ഓരോ കാര്യങ്ങൾ ഈ മെർച്ചൻ്റ് നേവിനെ കുറിച്ചിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഞാൻ എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഓരോ കുട്ടികൾക്കും മെർച്ചൻ്റ് നേവിയിൽ ചേരണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അവർ നിർഭാഗ്യവശാൽ പല ഫ്രോഡായിട്ടുള്ള ഏജൻസികളിലും ചെന്നുപെട്ട് കുറേ അധികം കാശ് അവർക്ക് നഷ്ടമാകുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ ഒരു പ്രോപ്പർ ഗൈഡൻസ്. കപ്പലിലൊരു ജോലി എന്ന് പറയുമ്പം 2 തരത്തിലാണ് വരുന്നത്, ഇന്ത്യൻ നേവിയും മെർച്ചൻ്റ് നേവിയും. ഈ ഇന്ത്യൻ നേവിയും മെർച്ചൻ്റ് നേവിയും ഒന്നാണോ? പലരുടെയും സംശയമാണ്. ഒരു കപ്പലിൽ ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇന്ത്യൻ നേവി ചൂസ് ചെയ്യണോ? പലരും കപ്പലിലൊരു ജോലി വേണമെന്ന് മാത്രമാണ് ചിന്തിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഇന്ത്യൻ നേവിയുടെയും മെർച്ചൻ്റ് നേവിയുടെയും ഡിഫറൻസ് അറിയാതെയാണ് പലരും മെർച്ചൻ്റ് നേവിയിലേക്കായാലും ഇന്ത്യൻ നേവിയിലേക്കായാലും ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് ഇതിൻ്റെ ബേസിക് ഡിഫറൻസ് എങ്കിലും അറിഞ്ഞിട്ട് വേണം ഈ ഏത് നേവിയാണ് വേണ്ടതെന്ന് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്ത്യൻ നേവി എന്ന് പറയുമ്പം നമ്മൾ നാട്ടിൽ ആർമി നമ്മുടെ ഇന്ത്യനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ലേ, അതുപോലെ തന്നെയാണ് കടലിൽ ഇന്ത്യൻ നേവി നമ്മുടെ ഇന്ത്യയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കോസ്റ്റലിലെ ഡിഫൻസ് ഫോഴ്സ് ആണ് ഇന്ത്യൻ നേവി എന്ന് പറയുന്നത്. നേരെ മറിച്ച് മെർച്ചൻ്റ് നേവി ആണെങ്കിലോ, മെർച്ചൻ്റ് നേവി എന്ന് പറയുന്നത് ഇമ്പോർട്ട് എക്സ്പോർട്ട് മൊത്തം നടക്കുന്നത് ഈ മെർച്ചൻ്റ് നേവി വഴിയാണ്. വേൾഡിൽ തന്നെ 90% ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത് സീ വഴിയാണ്. നിങ്ങൾക്കറിയോ അത്? 6% ഫ്ലൈറ്റ് വഴിയും ബാക്കി 4% ആണ് ബൈ റോഡ് വഴി നടക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അല്ലേ മെർച്ചൻ്റ് നേവി നമ്മുടെ വേൾഡിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. ഇന്ത്യൻ നേവി ആണെങ്കിൽ ഫുള്ളി ഗവൺമെന്റ്, അതായത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ അണ്ടറിലാണ് വരുന്നത്. മെർച്ചൻ്റ് നേവി ആണെങ്കിൽ ബോത്ത് പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ് ആണ്. മെർച്ചൻ്റ് നേവിയിൽ ഓരോ ഷിപ്സും അതിന് ഓണേഴ്സ് ഉണ്ടാവും. ഓരോ ഷിപ്പും അതിൻ്റെതായ ഓണേഴ്സ് ഓൺ ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഇതിന്റെ റൂൾസ്, ഈ ഷിപ്പിലുള്ള റൂൾസ് എല്ലാം ഇന്റർനാഷണൽ ഗവൺമെന്റിന്റെ റൂൾസ് ആണ് ഇവർ ഫോളോ ചെയ്യുന്നത്. ഓരോ ഷിപ്പും ഓരോ കൺട്രിയിൽ എത്തിക്കഴിഞ്ഞാൽ ആ കൺട്രിയുടെ റൂൾസ് ആയിരിക്കണം ഫോളോ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഇന്ത്യയിലാണ് ഒരു പുറത്തുള്ള ഒരു ഫോറിനിലുള്ള ഒരു ഷിപ്പ് എത്തിയിട്ടുണ്ടെങ്കിൽ DG ഷിപ്പിംഗ് റൂൾസ് ഫോളോ ചെയ്തിരിക്കണം. ആണെങ്കിൽ MCAയുടെ റൂൾസ് ആണ്. ഓസ്ട്രേലിയയിലാണെങ്കിൽ AMSAയുടെ റൂൾസ് ആയിരിക്കണം ഫോളോ ചെയ്യേണ്ടത്. ഇത് കുറച്ച് മെയിൻ ആയിട്ടുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ ഓരോ കൺട്രിയിൽ എത്തുമ്പോഴും ആ കൺട്രിയുടെ റൂൾസ് ആയിരിക്കും ഈ ഷിപ്പ് ഫോളോ ചെയ്യുന്നത്. മെർച്ചൻ്റ് നേവിയിൽ ഷിപ്പിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ സീമാൻസ് ആണ് വിളിക്കുന്നത്. ഈ സീമാൻസിന് 2 ചോയ്സ് ആണ് ഷിപ്പിൽ കയറുമ്പോൾ ഉണ്ടാവുക. ഒന്നുകിൽ NCV വെസലിൽ കയറാൻ പറ്റും, ഇല്ല എങ്കിൽ FGയിൽ. എന്താണ് NCV, എന്താണ് FG? NCV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയർ കോസ്റ്റൽ വെസൽ, FG മീൻസ് ഫോറിൻ ഗോയിങ്. എന്താണ് ഈ നിയർ കോസ്റ്റൽ വെസൽ? അതായത് ഒരു കൺട്രി, ഇപ്പൊ എക്സാമ്പിൾ ഒരു ഇന്ത്യ ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ മാത്രം സെയിൽ ചെയ്യുന്ന ഷിപ്പായിരിക്കും. അങ്ങനെ ഒരു പെർട്ടിക്കുലർ കൺട്രിയിൽ മാത്രം സെയിൽ ചെയ്യുന്ന ഷിപ്പിനെയാണ് NCV എന്ന് പറയുന്നത്. FG മീൻസ് ആ ഷിപ്പ് എല്ലാ കൺട്രീസിലും സെയിൽ ചെയ്യുന്നതായിരിക്കും. NCV വെസൽസിൽ എന്തായാലും ടാക്സ് പേ ചെയ്യണം. പക്ഷെ ഫോറിൻ ഗോയിങ് വെസൽ ആണെങ്കിൽ അതിൽ കയറുന്ന സീമാൻസിന് ടാക്സ് പേ ചെയ്യേണ്ടതില്ല. മെർച്ചൻ്റ് നേവിയെ കുറിച്ചിട്ട് ചെറിയൊരു ഐഡിയ എല്ലാവർക്കും കിട്ടിക്കാണും അല്ലേ?
ഇനി നെക്സ്റ്റ് മെർച്ചന്റ് നേവിയിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത്, 10th കഴിഞ്ഞ് ജോയിൻ ചെയ്യാൻ പറ്റുമോ, +2 കഴിഞ്ഞ് ജോയിൻ ചെയ്യാൻ പറ്റുമോ, ഇനി ഇതിന് സെപ്പറേറ്റ് വേറെ എന്തെങ്കിലും കോഴ്സ് ഉണ്ടോ, എവിടെയാണ് പഠിക്കേണ്ടത്, എൻട്രൻസ് എക്സാം ഉണ്ടോ, ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പം മെർച്ചന്റ് നേവി എന്ന് പറഞ്ഞ ഒരു ഫീൽഡിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും എൻ്റെ വീഡിയോ മിസ് ചെയ്യാതെ കാണണേ. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ.